വലിയൊരു ഭയങ്കര ഒരു കോമഡി ഉണ്ട്. ഇപ്പം എന്നെപ്പറ്റി ഇവർ പറയുന്നതിനകത്ത് തെറി 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 ഭയങ്കര തെറിവിളിയാണ്. പക്ഷേ ഇവർ ഈ തെറി വിളിക്കുന്ന വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല. തെറിവിളി എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള വീഡിയോ ഒന്നും ആരും കാണത്തൊന്നുമില്ല. വളരെ കുറച്ച് പ്രാവശ്യം വല്ലതും നമുക്ക് നേരെ അതുപോലത്തെ സാധനം വരുമ്പോൾ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ഒരു മൈര് ചേർത്ത് പറയാറുണ്ട്. അല്ലാത്ത ഒരു സ്ഥലത്തും ഓരോ വ്യക്തികളെ ഒന്നും എടുത്ത് തെറിയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ പ്രവൃത്തി അതുപോലത്തെ ആണെങ്കിൽ പിന്നെ നമ്മളത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതുകൂടെ ഉണ്ട്. അത്രയ്ക്ക് അധപ്പതിച്ച ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുപോലത്തെ കുറേ വീഡിയോസ് എൻ്റെ ഉണ്ട്. അതായത് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മലത്തെ പറ്റി പറയുകയാണ് നേരത്തെ. അപ്പോൾ ഉടനെ നമ്മൾ മലം ഒരു സുഗന്ധമുള്ള അത്രയേറെ വർണ്ണങ്ങളാൽ ആ രൂപഭംഗി തീട്ട ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ആ വടിവൊത്ത അല്ലെങ്കിൽ ക്രീം പോലെ ഐസ്ക്രീം പോലെ ഇരിക്കുന്ന മലക്കണ്ടി കണ്ട് ഞാൻ ആത്മപുളകിതനായി നിൽക്കവേ തീട്ടത്തിൻ ഗന്ധമൻ ശ്വാസകോശത്തിലേക്ക് എത്തിയപ്പോൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റി ഞാൻ നിർവൃതി അടഞ്ഞപ്പോൾ എൻ്റെ മസ്തിഷ്കത്തിലുണ്ടായ ആ മിന്നൽ ആ ഒരു എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രവാഹത്തെ ഉണ്ടായപ്പോൾ എനിക്കുണ്ടായ സ്ഖലനത്തെ പറ്റി എന്നൊക്കെ ആരെങ്കിലും തീട്ടത്തെ പറ്റി പറയവിടെ. തീട്ടം അതിനെ പിന്നെ എന്ത് പറയാം, അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നാറ്റം അങ്ങനെ പറഞ്ഞാൽ കുറ്റം എന്തല്ലേ. അവരാ ഇൻസിഡൻറ്റ് ശ്രദ്ധിക്കുന്നില്ല, അല്ലെ അവിടെ നടന്ന അനീതി ശ്രദ്ധിക്കുന്നില്ല, അല്ലെ അവിടെ നടന്ന കുറ്റങ്ങൾ അവർ മറക്കുന്നു, അല്ലെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് ഞാൻ ആ തീട്ടത്തെ ചവിട്ടിയേക്കുന്നത് എനിക്ക് പറയാന്നേ, ഇത് തീട്ടത്തെ ചവിട്ടി ഒരു അവസ്ഥയാ കണ്ട് നാറുന്ന, അയ്യോ കാല് കഴുകണം എന്നൊക്കെ പറയുന്ന പോലെ പറയുന്ന കാര്യങ്ങൾക്ക് അവരിപ്പോൾ അതിനകത്ത് നാറ്റം തീട്ടം എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ ഉണ്ട്. പല കാര്യങ്ങളും അങ്ങനെയാണ്. പിന്നെ കഞ്ചാവ്, ഇവൻ ഭയങ്കര കഞ്ചാവാണ്. ഞാൻ 10 വർഷമായി വീഡിയോ ഇടുന്നത്. 2013 ആദ്യമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി, ഫേസ്ബുക്കിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേജ് കൂട്ടി പോകുന്നുണ്ട് പല കാരണങ്ങളാൽ. പിന്നെ 2015 ഒരു പേജ് ഉള്ളത്, അതവിടെ കിടപ്പുണ്ട്. അതിനകത്ത് അങ്ങനെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. അതിൻ്റെ അതൊക്കെ അടിച്ചു പോയി. പിന്നെ ഒരു 2-3 പേജൊക്കെ ഈ ഫാൻസുകാരൊക്കെ കൂടി അതിൻ്റെ പൂട്ടിക്കൽ പരിപാടി ഏണ്ടൊക്കെ നടത്തി. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ വേറെ വഴിക്ക് വന്ന് പറഞ്ഞോളാം, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും നിന്നാളും ഞാൻ പറയും. ഏതെങ്കിലും ചാനലിക്കാരുടെ കൂടെ എവിടെയെങ്കിലും സമയം കിട്ടിയാൽ പറയും, അല്ലെ എവിടെയെങ്കിലും ഇടും. അതിന് ആർക്കും എനിക്കങ്ങനെ വലിയ ഇതിനകത്ത് റീച്ച്, അതിൻ്റെ എണ്ണം, കമൻസും പോസിറ്റീവ് കമൻസ് വേണമെന്ന് നിർബന്ധമുള്ളതാണെന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു വലിയ സാധനം ഈ കഞ്ചാവ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഒരു ദിവസം ചിലപ്പോൾ 3, 4, 5 വീഡിയോ ഇടുന്ന ദിവസമുണ്ട്. ചില ദിവസം ഇടത്തില്ല. പക്ഷെ എങ്കിൽ പോലും അവേഴ്സ്, നിങ്ങളിതിൻ്റെ ടോട്ടൽ അവേഴ്സ് ഞാൻ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും നേരം ഞാൻ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നും ഒരുപോലെയാണ് കാണപ്പെടുന്നത്. ഇത്രയും മുടിയും താടിയും ഇതേ സംസാര രീതിയും ആ ടോപ്പിക്കുകളാണല്ലോ അതൊക്കെ തന്നെ. അതിനിടയ്ക്ക് മറ്റ് എന്താ പറയുക, ഒരു ആക്ടിവിറ്റീസ് നടന്നിട്ടില്ല. പുറത്ത് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടായിട്ടില്ല, സംസാരത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഈ മയിരെന്ന് പറഞ്ഞൊരു വാക്കല്ലാതെ വേറെ ഒരു തെറി ഞാൻ ആരെയും വിളിച്ചാരും കേട്ടിട്ടില്ല. പിന്നെ എന്നെ ഈ കഞ്ചാവ് പിടിച്ചാരും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ലുക്കുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അതിനുള്ള സാധനമില്ല. പിന്നെ ഈ ഹാർട്ട് ഇഷ്യൂസും അങ്ങനത്തെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടെന്ന്, വേറെ പല പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല എനിക്ക്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞാൻ പറയാറുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, എനിക്ക് പേടിക്കണ്ടല്ലോ. ഇനി അഥവാ ഇനി എന്തെങ്കിലും എനിക്ക് ഇങ്ങനെ വല്ലതും ചെയ്യാൻ തോന്നിയാൽ പോലും അതിനൊരു ലിമിറ്റുണ്ട്, മനസ്സിലായോ? അതൊക്കെ ഭയങ്കര കുറച്ച് വേണേലൊന്ന് അടുത്തൂടെ പോകാം എന്ന് പറയുന്ന ഒരു ലെവലിന് അപ്പുറത്തോട്ട് പോയാൽ തട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തട്ടിപ്പോവുകയല്ല, ഡിസ്കംഫേർട്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പേടിയാവും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊരു ഇങ്ങനൊരു മണ്ടനാവേണ്ട ആവശ്യം എന്താണ് എനിക്കില്ല. അങ്ങനെ പിന്നെ ഇതടിച്ചിട്ട് ചാവാൻ പോവില്ലേ ഞാൻ, എന്ത് വട്ടോ എനിക്ക്. പിന്നെ വായ കാലത്താണെങ്കിൽ പോലും എനിക്കിത് എന്താ പറയണ്ടേ, ഒരു പ്രശ്നമില്ലാത്ത കാലത്ത് പോലും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളെ അധികം കൈവെക്കാറില്ല. എനിക്ക് സിഗരറ്റ് പോലും ഒരു വലിക്കുന്നത് ഞാൻ കൺട്രോൾഡായിരുന്നു പണ്ട്. കുറച്ച് ദിവസം വലിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അങ്ങ് നിർത്തും, മതി. എല്ലാവർക്കും അറിയാതെ
എൻ്റെ സുഹൃത്തുക്കൾ ആരും എന്നെ പെരുത്ത് കണ്ടിട്ടില്ലെന്ന്. പണ്ടെങ്ങാണ്ട് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കള്ളു പിടിച്ച് പെരുത്ത് കണ്ടവരേ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്നെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരോട് ചോദിച്ചു നോക്കിയാൽ അവരെല്ലാം പറഞ്ഞു എന്നെ പെരുത്ത് കാണത്തില്ല. എന്നെ കിക്കിലൊന്നും കണ്ടിട്ട് ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്നതോ പിച്ചും പേയും പറയുന്നതൊന്നും ആരും കണ്ടിട്ടില്ല. അല്ലെ വണ്ടി ഓടിച്ചതായിട്ടോ എവിടെയെങ്കിലും ചെന്ന് വണ്ടി ഇടിപ്പിച്ചതായിട്ടോ ഒന്നും ആരും കണ്ടിട്ടില്ല. അങ്ങനെ സംഭവം നടക്കത്തില്ല. എനിക്ക് നല്ല ഉറപ്പാത്. കാരണം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഇതുമാതിരി പൊട്ടത്തരം അതൊരു മണ്ടത്തരമാണേ. പിന്നെ അതുമല്ല ഏത് സാധനമാണ് ഇപ്പം ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം, ഒരു ഡ്രഗ് അബ്യൂസ് നടക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ക്ലിനിക്കൽ മെഡിക്കൽ പർപ്പസിനുണ്ടാക്കിയ പ്രോഡക്റ്റ്സാണ്. മനുഷ്യൻ്റെ മാനസിക നിലയിലും അതുപോലെ തന്നെ മയക്കാനും പെയിൻ കില്ലറും അതുമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനും അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്തൊക്കെ. മരുന്നിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം പല കമ്പനികളും ഉണ്ടാക്കി വിട്ടേക്കുന്നത്. ഇപ്പോൾ എത്രയും മോർഫിൻ എന്നൊക്കെ പറഞ്ഞാൽ പെയിൻ കില്ലേഴ്സാണ്. അനസ്തെറ്റിക് ഡ്രഗായ കിറ്റാമിനൊക്കെയാണ് ഇവിടെ അബ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് ഈ MDMA പോലത്തെ സാധനങ്ങൾ ഓസ്ട്രേലിയയിലൊക്കെ എന്തോ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും യൂസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഡിപ്രഷൻ ഉള്ളവർക്ക് എന്തോ, അങ്ങനെ ആങ്സൈറ്റി ഉള്ളവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല മെഡിക്കൽ പർപ്പസ് ക്ലിനിക്കൽ സാധനമുണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ അതെങ്ങനെ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ വരുന്നു, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കിട്ടുന്നു? ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് യൂസ് ചെയ്യുന്നതാണ് അതിനകത്തെ കുറ്റം. അല്ലാതെ ഇത് യൂസ് ചെയ്യുന്നവരെല്ലാം കുറ്റക്കാരൊന്നും അല്ല. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ യൂസ് ചെയ്യും. അനസ്തേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് കിറ്റാമിൻ യൂസ് ചെയ്യുന്നത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെടുത്ത് വേറൊരുത്തൻ മിസ്യൂസ് ചെയ്യുന്നു. ഒരാളെല്ലാം മിസ്യൂസ് ചെയ്യുന്നത്, അത് പുറത്ത് ചാടുന്നുണ്ട് അവിടെ നിന്ന്. അതൊരു പാപം വിവരമില്ലാത്തവനെ കിട്ടുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് പോലീസ് അങ്ങോട്ട് സെർച്ച് ചെയ്ത് പോകുന്നത്. ഈ ഉപയോഗിക്കുന്നവൻ അത്ര ബോധമൊന്നും ഉണ്ടാകത്തില്ല. അവൻ അറിയാതെ പറ്റിപ്പോയത് ഇരയാണ്. അയാളെ രക്ഷിക്കലാണ് പണി. അയാളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ മനുഷ്യൻ ഇത്ര എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അതിന് സൈക്കാട്രിക് എന്തോ പ്രശ്നമുണ്ട്. അല്ലാത്തവരും ഇത് ഉപയോഗിക്കത്തൊന്നുമില്ല ഇങ്ങനൊന്നും. അല്ലാത്തവർക്ക് അറിയാം ഇത് കണ്ട ഇത് പ്രശ്നമാണ്, ഇത് തൊടണ്ട എന്ന് ബോധം ഉണ്ടാവും. അങ്ങനെയുള്ളവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ചുമതലയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ സോഴ്സ് തപ്പി പോവുകയും ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിസ്റ്റംസ് അല്ലെങ്കിൽ ചെക്കിങ് മറ്റെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ. ഇനി അഥവാ ഒരു കച്ചവടക്കാരനെ കിട്ടിയാൽ അവരതിനെ ലോക്ക് ചെയ്യണം. അപ്പോൾ ലോക്ക് ചെയ്ത് വരുമ്പോൾ ലോക്കപ്പിൽ സ്ഥലമില്ലാണ്ടാവുക, ലോക്കപ്പിലല്ല ജയിലിൽ സ്ഥലമില്ലാണ്ടാക്കും ഈ മാഫിയ. അതായത് പുതിയ ഒരുപാട് ആൾക്കാരെ കിട്ടും. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള പണിക്ക് ഒത്തിരി ആളെ കിട്ടും. എത്ര പൂട്ടിയിട്ടാലും ഒന്ന് അറിയും ജയിലൊക്കെ, അതുപോലെ ആക്കി കളഞ്ഞു. അപ്പോൾ പുതിയ ഒത്തിരി വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അധികം ദിവസം പിടിച്ചകത്തിടാൻ പറ്റത്തില്ല. അതാണ് ഇത് യാഥാർത്ഥ്യം കേട്ടോ. ഈ പറഞ്ഞ കേസുകളിലൊക്കെ ആദ്യം കയറി കുടുങ്ങുന്ന പോലെയൊന്നും അല്ല ഇപ്പോൾ. കുടുങ്ങിയാലും പെട്ടെന്ന് പറഞ്ഞു വിടും. ഇതിനകത്ത് സ്ഥലമില്ല. ഇവന്മാരെ കൊണ്ട് നിറച്ച് കഴിഞ്ഞാൽ ബാക്കി ക്രിമിനൽസിനെ എവിടെ ഇടും? പുതിയ ജയിലുകൾ എത്ര എണ്ണം പണത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ജയിൽ പണിയുന്നതും ഒരു എന്താ പറയണ്ടേ, ജനാധിപത്യ രാഷ്ട്രത്തിന് ചേർന്ന പരിപാടിയല്ല. ഇവർ പിന്നെ വേറെ എന്തിനാ ഇവരെ കൊണ്ട് മറ്റേ ഒന്നും പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇത്രയും കുറ്റവാളികൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനമൊക്കെ വേറെ വഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഇപ്പോൾ ഷൈൻഡോ ചോദിച്ചതിനകത്ത് അങ്ങനെയുള്ള ചില പ്രസക്തമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കൊല്ലം നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ പലയിടത്ത് ഇടപെടുന്നുണ്ട്, നേരിട്ടറിയാവുന്നവരുണ്ട്, ഒരു പ്രാവശ്യം കണ്ടവരുണ്ട്, 10 പ്രാവശ്യം കണ്ടവരുണ്ട്, എന്നും കാണുന്നവരുണ്ട്. ഞാനിങ്ങനെ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നവനായിട്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല, മാറ്റവും ഇല്ല, സ്വഭാവത്തിലും പ്രശ്നമില്ല, എൻ്റെ മറ്റു പരിപാടികളൊന്നും മുടങ്ങുന്നില്ല. അങ്ങനെ വരുമ്പോൾ കഞ്ചാവിനൊരു ഇതില്ലാണ്ടായി കളയല്ല കേട്ടോ. അങ്ങനല്ല കഞ്ചാവ് അങ്ങനെ തുരതുരാന്ന് 10 വർഷമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടിച്ച് പോകും. സ്കീസോഫ്രീനിയൊക്കെ വരും. അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ്, മെമ്മറി ലോസ്, നെർവ്സിനൊക്കെ നെർവസ് സിസ്റ്റത്തിനൊക്കെ ഡാമേജ് ഉണ്ടാക്കും. നമ്മുടെ ഈ എന്താ പറയണ്ടേ മൂവ്മെൻറ്റ്സിന് വരെ തടസ്സമായി ഈ കഞ്ചാവ് പോലത്തെ സാധനങ്ങൾ നെർവ്സിനെ അഫക്റ്റ് ചെയ്താൽ. എല്ലാവർക്കും ഒരുപോലെയല്ല അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്നവരോട് ഇങ്ങനെ പറയരുത്. ഒരാൾ 10 വർഷമായിട്ട് ഇവർ കാണുന്ന വീഡിയോയിലെല്ലാം ഇരുന്ന് ഇവൻ കഞ്ചാവ് അടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷമായിട്ട് കഞ്ചാവ് അടിച്ചിട്ട് ഇവനൊരു കുഴപ്പമില്ലല്ലേ എന്നൊരു ധാരണ വരുന്നില്ലേ? എന്നാൽ അങ്ങനെ അല്ലത്. 10 വർഷമൊന്നല്ല, 5 വർഷമൊക്കെ ഉപയോഗിച്ചാൽ തന്നെ സ്പോണ്ടേനിയസ് യൂസ് ഓഫ് മരിവാന മെമ്മറി ലോസ് ഉണ്ടാക്കും. പിന്നെ ചിലപ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരും. പണിക്ക് പോകത്തില്ല പലരും. പിടിച്ചു വരെ മോഷണം അങ്ങനെയുള്ള പരിപാടികൾ വരെ എത്തിപ്പെടും. അങ്ങനത്തെ സ്ഥലത്തോട്ട് എത്തുമ്പോഴാണ് ഇവർ കൂടുതൽ പ്രശ്നക്കാരാണെന്നുള്ള മനസ്സിലാക്കണം. അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഒരുത്തിന് അടിച്ചു യാതൊരു പ്രശ്നമില്ലാതെ അവൻ പോയിട്ടുണ്ട്, അവൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ അവനത് അത് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടാണ് വേണം പറയാൻ. റിക്രിയേഷണൽ ഡ്രഗാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ മദ്യപാനം തന്നെ എടുക്കാം. മദ്യം ലീഗലി അലൗഡ് ആണെന്നേ ഉള്ളൂ. മദ്യം പോലൊരു നശിച്ച സാധനം വേറെ ഇല്ല. ടൊബാക്കോട് അത്രയും അഡിക്ഷനുള്ള സാധനങ്ങൾ വേറെ അവിടെ ഇല്ല ശരിക്കും പറഞ്ഞ്. അതെല്ലാം ലീഗലായിട്ട് നടക്കുന്നുണ്ട്.
ഈ മദ്യപിച്ചിട്ട് എത്ര ആക്സിഡൻസിൽ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്, എത്ര പേര് റോഡിൽ കിടക്കുന്ന കാണാൻ പറ്റും. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചാൽ അവർക്കത് ഉപയോഗിക്കാൻ അറിയാവുന്നതുകൊണ്ട് സംഭവിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. മദ്യപിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വളരെ ഈ പറഞ്ഞ പോലെ ഇരിക്കുന്ന സ്ഥലവും അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കരുത്, അലമ്പുണ്ടാവരുത്. ഇനി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇത് കുടിച്ചു കഴിയുമ്പോൾ വയലൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ, അതായത് നിയമപരമായ തെറ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാതെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളാണ്. എത്ര അടിച്ചാലും ഡീസൻ്റായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ നമുക്കറിയരുതോ? അവരത്രേ അടിക്കത്തുള്ളൂ. അവർക്ക് ലിമിറ്റ് അറിയാം. ഏതൊരു മരുന്നിനും അതിൻ്റെ ഒരു കപ്പാസിറ്റി മനുഷ്യനുണ്ട്. നിനക്കൊരു പനി വരുമ്പോൾ എല്ലാവർക്കും ഒരേ ഡോസിലല്ല മരുന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ സാധനം അടിക്കുമ്പോൾ എനിക്ക് 2 പേക്ക് അടിച്ചാൽ പിന്നെ ഞാൻ കൂടുതൽ അടിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഛർദ്ദിക്കാനും ഫിസിക്കലായിട്ടുള്ള പല പല പ്രശ്നങ്ങളുണ്ടാവും. പണ്ട് അത് ഛർദ്ദിൽ കൂടിയുകൊണ്ട് ആ പരിപാടി നടക്കത്തില്ല. വാളോട് വാള്, ഞാൻ വാള് വെച്ചാൽ ഇന്ന് മാത്രമല്ല നാളെ ഉച്ച വരെ വാള് വെക്കുന്നു. എന്തിനാ ഇത് പിന്നെ കുടിക്കുന്നത്? മനസ്സിലായി കാണിച്ച് പലരോടും ഞാനിത് പറഞ്ഞിട്ട് വിശ്വസിക്കാനായിട്ട് ഞാൻ ഒരു ദിവസം അടിച്ച് കാണിച്ചപ്പോൾ എൻ്റെ സ്വഭാവം മോശമാണ്. അതുകൂടാതെ വാൾ ഛർദ്ദിച്ച് അവശനായി ഫുൾ ഡ്രെയിനാകും, വെള്ളം മുഴുവൻ പോകും. വെള്ളം കുടിച്ചവരെ ഛർദ്ദിക്കും. അങ്ങനെ അവസ്ഥയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. 2 ദിവസം നിന്ന് ഇന്നും നാളെ ഉച്ച കഴിയുമ്പോഴാണ് വന്ന് സമാധാനം. അപ്പോഴത്തേനും ഫുൾ വെള്ളം പോയി ബോഡിയിൽ നിന്ന്. തലവേനയും എന്തൊക്കെ സൈഡ് എഫക്ട്സ്. എനിക്ക് എന്നിട്ട് ഇഞ്ചക്ഷൻ തരുവാന്ന് അടിച്ച് ഞാൻ ആശുപത്രി ഛർദ്ദിക്കുന്നെന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ തരുമ്പോൾ അങ്ങനെ നിൽക്കും ഛർദ്ദിൽ. ഇത് അടിച്ചിട്ടാണെന്നും പറയത്തില്ല, ഭയങ്കര ഛർദ്ദിൽ. അപ്പോൾ ഗ്യാസ്ട്രിക് എന്തോ പ്രശ്നമുണ്ട്, ഇന്ന ഇഞ്ചക്ഷൻ കഴിച്ചാൽ അതെനിക്കറിയാം ഇഞ്ചക്ഷൻ എന്താണ്ട് വേണമെങ്കിൽ എന്ന് പറഞ്ഞ് കുറേ ആൾ കള്ളുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറയരുത് കേട്ടോ, അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ശാസ്ത്രീയമായി അത് ശരിയല്ലാത്തതുകൊണ്ട് പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഈ കഞ്ചാവിന് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെടും. എനിക്ക് സ്പെഷ്യൽ ഇതൊക്കെ തരണം, ലൈസൻസ് ഒക്കെ. നീ എത്ര വേണേലും അടിച്ചോ കുഴപ്പമില്ലെന്ന്. കാരണം എനിക്ക് ഇന്നേ വരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കഞ്ചാവ് അടിച്ചെന്ന് പറഞ്ഞിട്ട്. മുടിയും താടിയും വളർത്തിയ കഞ്ചാവെന്ന് പറയുമ്പോഴും ഞാനിവിടെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ അതായിരുന്നു. പിന്നെ ഇപ്പോൾ ഏതാണ്ടൊക്കെ പറയുമ്പോൾ ഇവൻ ഇങ്ങനത്തോനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര നിങ്ങൾ എൻ്റെ ഇതൊക്കെ കൊണ്ട് ഇത് പിടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ വേണേ, എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും വന്നാൽ തിരിച്ചു തരാം. ഞാൻ അടിക്കത്തില്ല, എനിക്ക് അങ്ങനത്തെ ഒരു സാധനം വേണ്ട. അല്ലാതെ തന്നെ ഹൈ അതുകൂടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വല്ലതൊക്കെ അടിച്ചു പോയാലോ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ വക സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നാത്തതുകൊണ്ടല്ല. ഇത് അറിയാതെ പറയുന്നതല്ല ഇതിനെപ്പറ്റി, അതും പറയാം. എനിക്ക് ഇതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ടറിയാം. ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് പലരും ഇത് ഉപേക്ഷിച്ചവരുണ്ട്. എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ആളുകളുടെ അറ്റൻഷൻ വേണമെന്നു ഞാനത് പിടിച്ചു. അവർ സംസാരിച്ചു. 1-2 പേരെയൊക്കെ ഇതിനകത്തു നിന്നൊക്കെ കുറച്ചൊക്കെ ഒരു ബോധവൽക്കരണ പരിപാടി. ഇത് ബോധം കിട്ടി ചിലരങ്ങ് മാറുക, ചിലർക്ക് അറിയത്തില്ല എവിടെയാണ് ആ പ്രശ്നമെന്ന് കിട്ടാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൂടാതെ ഇവർക്ക് കൗൺസിലിംഗ് സപ്പോർട്ടാണ് വേണ്ടെങ്കിൽ അതിനുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന എന്നോട് കണ്ട് പറയാ ഞാൻ ഭയങ്കര അടിയാണ്. ഞാൻ അടിക്കുന്നവരെ സഹായിക്കുന്നുമുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനി ഇപ്പോൾ പറ്റിയില്ലേ പിന്നീടാണല്ലോ നീ പറയണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അറിയിക്കണം. അല്ല ആത്മഹത്യാ പ്രവണതയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അക്രമാസക്തനാവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ സൈക്കാട്രിസ്റ്റിനെ ഞാൻ കൊണ്ടുപോയി കാണിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് പലയിടത്തും. അപ്പോഴാ പറയുക എന്തോ ആണോ എന്തോ ഇതൊന്നും അങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനിത് പറയാനുണ്ടാകുന്ന കാരണം ഇങ്ങനെ ഒരാൾ ഉപയോഗിച്ചിട്ട് അതിക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു എന്ന് പറയരുത്. മനസ്സിലായി? അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കരുത്. അതുകൊണ്ട് പറഞ്ഞാൽ, അല്ലാതെ എനിക്കിത് തെളിയിക്കാനൊന്നും ആവശ്യമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ചിലരെ കാണിച്ചിട്ട് കണ്ടോ അവൻ ഭയങ്കര കഞ്ചാവ് അവൻ എന്നിട്ട് ഒരു കുഴപ്പമില്ല. കണ്ടോ അവൻ അന്ന് വർഷങ്ങളായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഏതാണ്ട് കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ മുടി വളർത്തുന്നുണ്ട്. അന്ന് തൊട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഇതിന് റിസൾട്ട് ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതിനർത്ഥം കഞ്ചാവ് അടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അല്ലേ? ശരിയല്ലേ? എനിക്കാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഇതുവരെയുള്ള ഒരു ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി പുറകിലോട്ട് പോവുകയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു വീഴ്ച അല്ലെങ്കിൽ അതപ്പം തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. കരിയറിൽ പോലും ഞാൻ മുന്നോട്ട് മാത്രം പോയിട്ട് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചെകുത്താൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ജോലിയൊക്കെ കഷ്ടപ്പെട്ടത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ഒരു സിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നു അത് തന്നെയാണ്. ഇതിന് മുമ്പ് ഞാൻ ചില ഓഫീസുകളിലിരുന്ന് അവിടുത്തെ കൺസ്ട്രെയിൻസ് മനസ്സിലാക്കി അതിന് പെർമനൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് നോക്കിയപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞ മേഖലയിൽ വലിയ തട്ടിപ്പ് നടത്തുമ്പോൾ അത് തടയാനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഞ്ചാവ് അടിച്ചിട്ടാന്ന് പറഞ്ഞാൽ കഞ്ചാവ് ഇനി എല്ലാവരും മേടിച്ച് അടിക്കേണ്ടി വരും. അങ്ങനെയാണ്, ചുമ്മാ പൊട്ടത്തരം പറയരുത്. അതൊക്കെ എൻ്റെ കരിയർ വൈസ് ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്.
ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്പെറൻ്റ്ലി ഫണ്ട് റേസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരാളെ നോക്കിയിട്ട് അവൻ കഞ്ചാവെന്ന് പറഞ്ഞാൽ പിള്ളേർ കഞ്ചാവടിക്കാൻ പ്രേരിതരാകും. ഒന്ന് ആലോചിച്ച് നോക്കി മണ്ടത്തരങ്ങൾ. ഇങ്ങനെ പൊട്ടത്തരം പറയരുത് കേട്ടോ. നിങ്ങൾക്ക് ആളെ അറിയത്തില്ലേ, നിങ്ങൾ അന്വേഷിക്കുക എന്തോ ആണ് അവൻ എന്തോ ചെയ്യുന്നതെന്നെങ്കിലും ചോദിക്കുക. ഇതൊക്കെ അടിച്ചിട്ട് നീ എന്താ ചെയ്തത്? അപ്പോൾ ഞാൻ പറയും ഞാൻ അടിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നു, അല്ല ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, കുറേ ആൾക്കാർക്ക് അതുകൊണ്ട് സഹായം ഉണ്ടാകുന്നു, ഗുണം ഉണ്ടാകുന്നു, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഇനിയും കൂടുതൽ 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 ഉണ്ടാക്കാൻ പോകുന്നു. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇതെനിക്കെന്താ പ്രയോജനം എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡയറക്റ്റ്ലി ഒരു പ്രയോജനം ഇല്ല. പക്ഷേ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കി കിട്ടുന്നതിന് ക്രെഡിറ്റ് ഉണ്ട്. അയാൾക്ക് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ട് അതിനകത്ത് ഈ സൊസൈറ്റിയിൽ. അതൊക്കെ ക്രെഡിറ്റാണ്, അതൊന്നും നിഷേധിക്കാൻ പറ്റത്തില്ല. അതെനിക്ക് കിട്ടും, എനിക്ക് ലാഭമുണ്ട്. അതുകൊണ്ട് അതൊക്കെ ലാഭമായിട്ടാണ് കൂട്ടുന്നത്. ഇത് പണം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ അങ്ങേറ്റത്തെ കഴിവെന്നൊന്നും ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല. എനിക്കങ്ങനെ ധാരണയില്ല. പിന്നെ എൻ്റെ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഒരുത്തം വന്ന് 200 രൂപ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ 100 രൂപ കടം മേടിച്ചിട്ട് അവന് കൊടുക്കുന്ന ടൈപ്പുമാണ്. കയ്യിലെ പൈസ ആർക്കൊക്കെയോ കൊടുത്തുന്നോ എൻ്റെ ATM കാർഡ് വരെ എൻ്റെ കൂട്ടുകാരൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്നെപ്പറ്റി അറിയാവുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. അല്ലാതെ ഇതുമാതെ നീയൊക്കെ പറയുന്ന പോലെ ഇവിടെ കഞ്ചാവ് അടിച്ചെന്നൊക്കെ പറയുന്ന നാണക്കേട. ഇങ്ങനെയുള്ളവരൊന്നും അങ്ങനെ പറയരുത്. കാരണം അവരൊക്കെ ഒരിക്കലും എന്നെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കാൻ പോകുന്നത് തെറ്റായൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പലരും പറയും അവൻ അങ്ങനത്തോനാന്ന് വിചാരിച്ചു. പക്ഷേ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടവർ ആർക്കും ഇന്നേ വരെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അല്ലേ ആരെങ്കിലും കമൻറ്റ് ചെയ്യും, നിങ്ങൾ എന്നെ നേരിട്ട് പരിചയം ഉണ്ടോ, നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് ഞാൻ എങ്ങനെ ഇടപെടുന്ന ആളാണ്. അപ്പോൾ പോലീസ് CAയോട് ചെന്നിട്ട് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ചോദിക്കുവാണ് അയാളുടെ പെരുമാറ്റം, അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ CA പറയും അവൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ എന്ന്. അതെന്തൊരു പറച്ചിലാണെന്ന് എനിക്കറിയത്തില്ല, പുള്ളിക്ക് അതെങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലത്തെ പരിപാടിയാണെന്ന് അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു ഓഫീസിലിരുന്നുകൊണ്ട് ഒരാളുടെ ക്യാരക്ടറിനെ അത്രയ്ക്കങ്ങ് മോശമാക്കേണ്ട ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്കില്ല. കാരണം അവിടെ ഒന്നും ഞാൻ മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. പോലീസുകാരുടെ മുന്നിൽ കിടന്ന് അതുവഴി ഇറങ്ങിപ്പോകുമ്പോൾ ഇത് അല്ലെങ്കിൽ പോസ് ചെയ്യുമോ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവരുടെ വീഴ്ചകളുണ്ടായത് നമ്മൾ പറയേണ്ട ആവശ്യമുള്ളത് എനിക്കതൊരു പ്രശ്നമാകുന്നതുകൊണ്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ അതും പറയത്തില്ല എന്ന്. ഇവരൊക്കെ കൂടെ വന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. അല്ലാതെ അവരുടെ നിയമപരമായിട്ടുള്ള അവരുടെ പ്രൊസീജിയേഴ്സ് മാത്രമാണ് അവർ ചെയ്തിരുന്നെങ്കിൽ പോലും ഒന്നും പറയത്തില്ല. ഇതിനെപ്പറ്റി അറിയിക്കത്ത് പോലും ഇല്ല. കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായി, ശരിയാണ് അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന അടുത്ത നടപടിയിൽ ഇതാണ് എന്ന് പറയും. അല്ലാതെ ഇതിന് അപ്പുറത്തോട്ട് പറയേണ്ടി വരുന്നത് പോലും ഇവരൊക്കെ കാരണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ഈ പറഞ്ഞ CAയുടെയൊക്കെ കോൾ റെക്കോർഡിങ് എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ഇതൊന്നും പബ്ലിഷ് ചെയ്തില്ല. ആദ്യ ദിവസം തന്നെ ഇതെല്ലാം പൊളിക്കാം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ടോക്ക് ആയതുകൊണ്ട് മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോടതിക്കൊക്കെ കൊടുക്കാൻ വേണം തെളിവായിട്ട്. അല്ലാതെ ഇത് പബ്ലിക്കിലിട്ട് അങ്ങനെ നാട്ടിക്കേണ്ട ഉദ്ദേശം പോലും എനിക്കില്ല. പക്ഷേ അയാൾക്ക് അതുപോലും മനസ്സിലാവുന്നില്ല. അയാൾ എന്നിട്ട് എന്നെ വീണ്ടും ക്യാരക്ടർ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടൊരു പ്രയത്നം നടത്തുമ്പോൾ എന്തൊരു നാണക്കേടാന്ന് ഉറച്ചു ചോദിക്കുവാണേ. അയാളുടെയൊക്കെ ക്യാരക്ടർ വളരെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ എൻ്റെ ഇരിക്കുന്ന സാധനങ്ങളും പിന്നെ എനിക്ക് നാട്ടുകാർ പറഞ്ഞ് കുറേ ഉണ്ട്, അറിയുന്നുണ്ട്. ഇവരെ പറ്റിയൊക്കെ ഓരോരുത്തർ ഓരോ കംപ്ലയിൻസ് ഒക്കെ പറയും. ഇങ്ങനെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വേണ്ട അയാൾ ഇങ്ങനത്തെ ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെന്നൊക്കെ പലതും പറഞ്ഞിരിക്കും. അല്ലേ, ശരിയല്ലേ? ഇപ്പം എന്നെ പറ്റിയാണല്ലോ ഇവർക്കൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെ അവർ അനലൈസ് ചെയ്യുന്നത്? നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിച്ച ഒരാളെ പറ്റി അയാൾ പിന്നെ പറയുന്നത്. എനിക്ക് ആളെ പറ്റി അറിയത്തില്ല ഇപ്പോഴും. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അന്വേഷിക്കാൻ പോലും പോയില്ല. എത്രക്കാരനാണ് ഇയാൾ, ഭയങ്കര ജെനുവിനാണോ, കറപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ആ നാട്ടിൽ പോയി അന്വേഷിച്ചാലേ അറിയാൻ പറ്റത്തില്ല. ഞാൻ അതുപോലും നിന്നിട്ടില്ല. മീഡിയയിലിട്ട് നാട്ടിക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ട് പോലും ഇല്ല ഇവർ. എന്നിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. പിന്നെ ഇവിടുത്തെ കമൻറ്റ് പഠിച്ച് നടക്കുന്ന വിവരമില്ലാത്തവന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പൊതുവെ അല്ലാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്നവരാണ്. അല്ല നേരിട്ട് പരിചയപ്പെട്ടവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു നോട്ടത്തിലെങ്കിലും ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സാധ്യത വളരെ കുറവാണ്. ഞാൻ പുറത്തൊക്കെ പഠിച്ച് കണ്ടാൽ ചിലർ നമുക്ക് താല്പര്യം തോന്നിയാൽ നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ കൊള്ളവല്ലോ അങ്ങനെയുള്ള നോട്ടമൊക്കെ നോക്കും കേട്ടോ. അങ്ങനെ നോക്കാത്ത ഭയങ്കര മാന്യത പിടിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ അത്യാവശ്യം അങ്ങനെയൊക്കെ വായ നോക്കുകയൊക്കെ ചെയ്യും. എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ സ്റ്റെയർ ചെയ്യുമല്ല, അതൊക്കെ ചെയ്തില്ല പിന്നെ എന്ത് ചെയ്യും അല്ലേ? ശരി അല്ലേ? അല്ലാതെ നമ്മൾ കഥയെ വിട്ടാരോ പീഡിപ്പിക്കാരോ ചോദിക്കാൻ പോലും ചെല്ലുന്നില്ല. ആരും അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ നടത്തിയായിട്ട് കംപ്ലയിൻസ് ഒന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നാലോചിച്ച് ചോദിക്കും, ഇവന്മാർ ഈ പറഞ്ഞു പിടിപ്പിച്ചിട്ട് എന്തുവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആരെയായി ഈ കിടന്ന് ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. കാരണം അത് കഞ്ചാവിന് നാണക്കേടാണ്, കഞ്ചാവ് അടിക്കുന്നവർക്ക് നാണക്കേടാണ്. ഇവൻ ഇത്ര നാൾ കഞ്ചാവ് അടിച്ചിട്ട് ഇവനൊന്നും പറ്റിയില്ലെന്ന്. എന്നാൽ പിന്നെ ഇനി കുറച്ചുകൂടെ കൂടുതൽ അടിക്കാമെന്ന് വിചാരിക്കും ചിലരൊക്കെ. അങ്ങനെ പറയരുത് കേട്ടോ.